നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ വിരട്ടിയും വിലപേശി അദ്ദേഹത്തിനെ നിഷ്പ്രമമാക്കി കളയാം എന്നുള്ള വിചാരം സംഘപരിവാറിനുണ്ടെങ്കിൽ അത് 8 മടക്കിക്കോളൂ എന്ന് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ പറയുകയാണ്. തനിക്ക് കൃത്യമായും അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവനകളെ കുറിച്ച് മതിപ്പുണ്ട് എന്നതും സുപ്രീം കോടതിയിൽ തൻ്റെ മുൻഗാമികൾക്ക് ഒരു ശക്തമായ പിന്തുണയായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുമാണ് കപിൽ സിബൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയെ പരാമർശിച്ചുകൊണ്ട്, അതായത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ നടപടിക്രമങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് കപിൽ സിബൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പല കാര്യങ്ങളിലും അദ്ദേഹം ഇമോഷണൽ ആകുന്നു എന്ന് സംഘപരിവാർ പറയുകയാണ്. എങ്ങനെയാകാതിരിക്കും? അദ്ദേഹവും ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പല കാര്യങ്ങളിലും നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായി അദ്ദേഹത്തിന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പരമാധികാരത്തെ ചൊല്ലി അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ രാഷ്ട്രപതിയും സുപ്രീം കോടതിയും ഏറ്റുമുട്ടുന്ന സാഹചര്യം വരെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. നമ്മളെ രാജ്യം അത് അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. രാഷ്ട്രപതിക്ക് ചിലപ്പോൾ ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലായിരിക്കാം, പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഈ രാജ്യത്തെ പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെന്നും ഭരണഘടനയുടെ കാവലാളായി ഇരിക്കുന്ന സുപ്രീം കോടതിക്ക് ആ കോടതി നടപടികൾ സാധാരണക്കാരുടെ അവസാനത്തെ അത്താണിയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നതും ചീഫ് ജസ്റ്റിസ് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ഡൽഹി ഹൈക്കോടതി എടുത്ത വിചിത്ര വിധികളെക്കുറിച്ചും സുപ്രീം കോടതി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ മുൻ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന യശ്വന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം രോഷാകുലനായത് എന്നതിൻ്റെ വിശദീകരണം ജസ്റ്റിസ് സൂര്യകാന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കപിൽ സിബൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, പ്രസ്താവനകൾ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ കഴിയും അദ്ദേഹം എത്രത്തോളം വീണ്ടും വിചാരത്തോടു കൂടി തന്നെയാണ് അത് പറയുന്നത്. അദ്ദേഹം സ്വന്തം സുരക്ഷയെ പറ്റിയോ അല്ലെങ്കിൽ സ്വന്തം കരിയറിനെ പറ്റിയോ ആകുലപ്പെടുന്നില്ല. പല സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നതായി തനിക്ക് തോന്നാറുണ്ട് എന്നുള്ളതും കൃത്യമായി സൂര്യകാന്ത് പറയുന്നത് ചങ്കുറപ്പോടുകൂടി തന്നെയാണ്.